ഹലോ കൂട്ടുകാരെ, ലീവ് കനോട്ട് ക്ലൈം ആസ് എ മാറ്റർ ഓഫ് റൈറ്റ്. KSR വോളിയം 1 ചാപ്റ്റർ 9 ലീവ്. റൂൾ 65. ഓർഡിനറി ലീവുകൾ: 1. ഏൺ ലീവ്. 2. ഹാഫ് പേ ലീവ്. 3. കമ്മ്യൂട്ടർ ലീവ്. 4. ലീവ് നോട്ട് ഡ്യൂ. 5. ലീവ് വിത്തൗട്ട് അലവൻസ്. സ്പെഷ്യൽ ലീവുകൾ: 1. ഡിസബിലിറ്റി ലീവ്. 2. മെറ്റേണിറ്റി ലീവ്. 3. പെറ്റേണിറ്റി ലീവ്. 4. ചൈൽഡ് അഡോപ്ഷൻ ലീവ്. 5. ഹോസ്പിറ്റൽ ലീവ്. മെറ്റേണിറ്റി ലീവ്. KSR വോളിയം 1 ചാപ്റ്റർ 9. റൂൾ 100 മുതൽ 102 വരെ. AD ഓഫീസർക്ക് 180 ദിവസം വേതനത്തോടുകൂടി ഡെലിവറിക്ക് ശേഷമോ അതിന് മുന്നേ മെറ്റേണിറ്റി ലീവ് എടുക്കാം. മെറ്റേണിറ്റി ലീവ് ഒരു സ്പെഷ്യൽ ലീവ് ആണ്. സ്റ്റൈഫൻഡോടുകൂടി ട്രെയിനിങ്ങിൽ ആണെങ്കിലും അപ്പോൾ കിട്ടുന്ന സ്റ്റൈഫൻഡ് ലഭിക്കുന്നതായിരിക്കും. ഡെലിവറി കഴിഞ്ഞാണ് സർവീസിൽ കയറുന്നതെങ്കിലും കുട്ടിക്ക് 6 മാസം ആകുന്നതുവരെ മെറ്റേണിറ്റി ലീവ് ലഭിക്കും. അതായത് ഡെലിവറി കഴിഞ്ഞ് 180 ദിവസം ആവാൻ എത്ര ദിവസം ബാക്കിയുണ്ടോ അത്രയും ദിവസം ലീവ് എടുക്കാം. ജോയിൻ ചെയ്ത് നെക്സ്റ്റ് ഡേ മുതൽ ലീവ് എടുക്കാം. ഡെലിവറി അറ്റൻഡ് ചെയ്ത മെഡിക്കൽ ഓഫീസറിൽ നിന്നും ഡെലിവറി ഡേറ്റ് ഉൾപ്പെടുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മേടിക്കാം. മെറ്റേണിറ്റി ലീവിൽ ഉള്ള ആൾക്ക് വേറെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ജോബ് കിട്ടിയാൽ ബാലൻസ് ഉള്ള മെറ്റേണിറ്റി ലീവ് പുതിയ സ്ഥലത്ത് ജോയിൻ ചെയ്ത് നെക്സ്റ്റ് ഡേ മുതൽ എടുക്കാം. മാക്സിമം ലീവ് 180 ദിവസം, ഇൻക്ലൂഡിംഗ് ഇൻ്റർവീനിങ് ഹോളിഡേയ്സ് ആൻഡ് വെക്കേഷൻ ഇൻ ബോത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ പോസ്റ്റ് കാരിയേജ് അല്ലെങ്കിൽ അബോർഷൻ എന്നിവയ്ക്ക് 6 ആഴ്ച ലീവ് ലഭിക്കും. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. 42 ഡേ ഫോർ അബോർഷൻ. ഹിസ്റ്ററമിക് 45 ദിവസം ലീവ് ലഭിക്കും. 6 മാസത്തെ മെറ്റേണിറ്റി ലീവിന് ശേഷം മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി 2 മാസത്തിൽ കൂടുതൽ ലീവ് എടുക്കാം. 2 മാസം വരെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. സറോഗസിക്ക് 180 ഡേ ലീവ്. ചൈൽഡ് അഡോപ്ഷൻ ലീവും പെറ്റേണിറ്റി ലീവും. KSR വോളിയം 1 ചാപ്റ്റർ 9A. 9B റൂൾ 102Aയും 102Bയും. ചൈൽഡ് അഡോപ്ഷൻ ലീവ്. റൂൾ 102A 180 ദിവസം ലീവ് കിട്ടും. ലീഗൽ അഡോപ്ഷനു ശേഷം കുട്ടിക്ക് 1 വയസ്സ് ആകുന്നതുവരെ ചൈൽഡ് അഡോപ്ഷൻ ലീവ് എടുക്കാം. 180 ദിവസത്തെ ലീവ് എടുക്കാൻ ചില കണ്ടീഷൻസ് ഉണ്ട്. ഈ ലീവ് മറ്റ് ലീവുകളുമായി ചേർത്ത് എടുക്കാം. എന്നാൽ അപ്പൻഡിക്സ് 12A, 12B, 12C എന്നിവയുടെ കൂടെ എടുക്കാൻ പറ്റില്ല. ചൈൽഡ് അഡോപ്ഷൻ ലീവിനോടുകൂടി 60 ദിവസം വരെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ലീവ് എടുക്കാം. ദത്തെടുത്ത കുട്ടിക്ക് അമ്മയുടെ സ്പെഷ്യൽ കെയർ ലഭിക്കാൻ വേണ്ടി മെഡിക്കൽ സർട്ടിഫിക്കറ്റോടുകൂടി
1 ഇയർ വരെ ലീവ് എടുക്കാം. ചൈൽഡ് അഡോപ്ഷൻ ലീവ് വിൽ നോട്ട് ഡെബിറ്റഡ് എഗനൈസ്ഡ് ലീവ് അക്കൗണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് സർവീസ് ബുക്കിൽ എൻ്റർ ചെയ്യും. പെറ്റേണിറ്റി ലീവ് സെക്ഷൻ 9B റൂൾ 102B. മെയിൽ ഗവൺമെൻറ് എംപ്ലോയിക്ക് 10 ഡേയ്സ് പെറ്റേണിറ്റി ലീവ് കിട്ടും. ഭാര്യയുടെ 2 ഡെലിവറിക്ക് മാത്രമേ പെറ്റേണിറ്റി ലീവ് ലഭിക്കുകയുള്ളൂ. പെറ്റേണിറ്റി ലീവ് ഡെലിവറിക്ക് മുമ്പ് 10 ദിവസമോ അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷം 3 മാസത്തിനുള്ളിലോ 10 ദിവസം ലീവ് എടുക്കാം. ഈ ലീവ് ലഭിക്കുന്നതിന് മെഡിക്കൽ ഓഫീസറിൽ നിന്നും എക്സാക്റ്റ് ഡെലിവറി ഡേറ്റ് ഓർ എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ് രേഖപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ഈ ലീവ് ഏത് തരം ലീവുമായി കമ്പൈൻ ചെയ്ത് എടുക്കാം. റൂട്ട് അലവൻസ് അണ്ടർ അപ്പൻഡിക്സ് 12A, 12B, 12C. ലീവ് വിൽ നോട്ട് ഡെബിറ്റഡ് എഗനസ്റ്റ് ലീവ് അക്കൗണ്ട്, പക്ഷേ സെയിൽസ് സർവീസ് ബുക്കിൽ എൻ്റർ ചെയ്യും. ചൈൽഡ് അഡോപ്ഷൻ ലീവും പെറ്റേണിറ്റി ലീവും സ്പെഷ്യൽ ലീവുകൾ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ചൈൽഡ് അഡോപ്ഷൻ ലീവ് ഗ്രാൻഡഡ് ഫോർ: A 10 ദിവസം, B 60 ദിവസം, C 180 ദിവസം, D 30 ദിവസം. ആൻസർ ഓപ്ഷൻ C. പെറ്റേണിറ്റി ലീവ് ക്യാൻ ബി അവൈൽഡ് A 90 days ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് ഡെലിവറി, B for 10 days or within 90 days from the date of delivery, within 90 days from the date of delivery, D none of these. Answer option B. ഹോസ്പിറ്റൽ ലീവ്. സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ്. ഹോസ്പിറ്റൽ ലീവ്. KSR വോളിയം 1 പാർട്ട് 1 ചാപ്റ്റർ 9 ലീവ് റൂൾസ് 103, 104, 106. ഓഫീഷ്യൽ ഡ്യൂട്ടിക്കിടയിൽ സംഭവിക്കുന്ന ഇൽനെസ് ഓർ ഇൻജുറി എന്നിവയ്ക്ക് ലഭിക്കുന്ന ലീവ് ആണ് ഹോസ്പിറ്റൽ ലീവ്. ഹെഡ് കോൺസ്റ്റബിൾ മുതൽ താഴേക്കുള്ള പോലീസുകാർക്ക് ആണ് ഹോസ്പിറ്റൽ ലീവ് ലഭിക്കുക. ഫയർ സർവീസ് പേഴ്സണൽ ബിലോ റാങ്ക് ഓഫ് ഫയർമാൻ ഇൻക്ലൂഡിംഗ് ഡ്രൈവർ, മെക്കാനിക്സ്, ഫോറസ്റ്റ് സബോർഡിനേറ്റ്, ജയിൽ വാർഡൻ, മേട്ടൻ, ഗവൺമെൻറ് സബോർഡിനേറ്റ്, ലാസ്റ്റ് ഗ്രേഡ് എംപ്ലോയീസ്, ഗാർഡ് ആൻഡ് പ്രിവൻറ്റീവ് ഓഫീസർ, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഹോം ഗാർഡ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ഓഫീസ് തലവൻ സാക്ഷ്യപ്പെടുത്തണം. ഈ അപകടം സംഭവിച്ചത് ഒഫീഷ്യൽ ഡ്യൂട്ടിക്ക് ഇടയിൽ ആണെന്ന്. ടെമ്പററി എംപ്ലോയീസിനും ഹോസ്പിറ്റൽ ലീവ് കിട്ടും. ഹോസ്പിറ്റൽ ലീവിൽ ആയിരിക്കുമ്പോൾ ആദ്യത്തെ 120 ദിവസം ഏൺ ലീവ് സാലറിയും ലഭിക്കും. അതിനുശേഷം ഹാഫ് പേ ലീവ് സാലറിയും ലഭിക്കും. ഹോസ്പിറ്റൽ ലീവ് ഈസ് നോട്ട് ഡെബിറ്റഡ് എഗനസ്റ്റ് ലീവ് അക്കൗണ്ട്. മറ്റ് ലീവുകളുമായി കമ്പൈൻ ചെയ്ത് എടുക്കാം. സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ്. KSR വോളിയം 1 പാർട്ട് 1 ചാപ്റ്റർ 9 റൂൾസ് 97, 98. ഒഫീഷ്യൽ ഡ്യൂട്ടിക്കിടയിൽ വരുന്ന ഡിസബിലിറ്റിക്ക് ആണ് സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് കിട്ടുക.
ഡിസബിലിറ്റി സംഭവിച്ച 3 മാസത്തിനുള്ളിൽ അപേക്ഷിച്ചാൽ മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ. എല്ലാവർക്കും ഈ ലീവ് ലഭിക്കും. എന്നാൽ ഹോസ്പിറ്റൽ ലീവ് താഴ്ന്ന ജീവനക്കാർക്ക് മാത്രമേ ലഭിക്കൂ. ഡിസബിലിറ്റി സംഭവിച്ച് 3 മാസത്തിന് ശേഷവും അപേക്ഷ കൊടുത്താൽ ഗവൺമെന്റിന് ബോധ്യപ്പെട്ടാൽ ലീവ് അനുവദിക്കാവുന്നതാണ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. 24 മാസം വരെ സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് കിട്ടും. 4 മാസം ഏൺ ലീവിന് തുല്യമായും 20 മാസം ഹാഫ് പേ ലീവിനും തുല്യമായും കണക്കാക്കാം. അതായത് 4 മാസം ഏൺ ലീവ് സാലറിയും 20 മാസം ഹാഫ് പേ ലീവ് സാലറിയും ലഭിക്കും. ലീവ് അക്കൗണ്ട് ആസ് ഡ്യൂട്ടി ഇത് പെൻഷനു കണക്കാക്കും. കൂടാതെ ലീവ് അക്കൗണ്ടിൽ കുറയുകയുമില്ല. അതായത് ഏൺ ലീവിലോ ഹാഫ് പേ ലീവിലോ കുറവ് വരികയില്ല. ഈ ലീവ് ഏതൊരു ലീവുമായും കമ്പൈൻ ചെയ്യാം. സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് ഗ്രാൻഡ് മോർ ദാൻ വൺസ്. സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് ടെമ്പററി ഓഫീസേഴ്സിനും ലഭിക്കും. സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് 4 മാസത്തിൽ കുറവാണെങ്കിൽ ഫുൾ പേ ലഭിക്കും.